ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 90. അശ്വിൻ പറഞ്ഞത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൽക്കിമിസ്റ്റുകൾ ചേതന്റെ കാര്യത്തിൽ ഒരു കൈ നോക്കിയേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. ചേതനും അവരെന്താവും പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഏതാണ്ടൊക്കെ മനസ്സിലായി. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നോട് ഫോർമുലാസ് ചോദിക്കാൻ പോവാണോ? ചേതൻ ചോദിച്ചു. ശേഷിക്കുന്ന ആൽക്കിമിസ്റ്റുകൾ ഈ നിഗമനത്തിലെത്തുമെന്ന് ചേതൻ കരുതിയിരുന്നില്ല. എന്നാലും കുറച്ചാലോചിച്ച ശേഷം ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 1 അല്ല 100 ചോദ്യങ്ങൾ വേണമെന്ന് ചോദിക്കാം. എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ബേസിക് ലൈബ്രറിയിലെയും മാജിക് സ്കൂളിലെ ലൈബ്രറിയിലെയും എല്ലാ പുസ്തകങ്ങളും ചേതൻ വായിച്ചിരുന്നു. അതുകൊണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത പുസ്തകങ്ങൾ ഇപ്പോൾ അവന്റെ മാന്ത്രിക ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അതാണ് ചേതന്റെ ഈ അമിത ആത്മവിശ്വാസത്തിന് കാരണം. പക്ഷേ അവിടെ ഇരിക്കുന്ന ആൽക്കിമിസ്റ്റുകൾക്ക് ഒന്നും ഇതറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കൂസലമില്ലാതെ നിൽക്കുന്ന ചേതനെ കണ്ടതും അശ്വിൻ തന്റെ നെറ്റി ചുളിച്ചു. നിനക്ക് ശരിക്കും വല്ല കഴിവുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അശ്വിൻ ചേതന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു. സാധാരണ നടത്തുന്ന സംവാദം പോലെ ഞാൻ നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. നീ അതിനെല്ലാം ഉത്തരം പറഞ്ഞാ ഞാൻ തോൽവി സമ്മതിക്കാം. പക്ഷേ അതിലേതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിലോ അഥവാ പറഞ്ഞുത്തരം തെറ്റാണെങ്കിലോ നീ തോൽക്കും. പിന്നെ നീ ഇവിടം വരെ വന്നതെല്ലാം വെറുതെയാവും. അശ്വിൻ പരിഹാസ ചിരിയോടെ പറഞ്ഞു. സത്യത്തിൽ ഈ സംവാദത്തിന് ഒരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയുണ്ട്. ഒരു ആൽക്കിമിസ്റ്റിന് ആകെ 3 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ള അനുവാദമുള്ളൂ. അതുപോലെ മത്സരാർത്ഥി ഈ ചോദ്യങ്ങൾക്കെല്ലാം ശരിയായി ഉത്തരം നൽകണം. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുകയോ തെറ്റായി പറയുകയോ ചെയ്താൽ ആ മത്സരാർത്ഥി തോൽക്കും. അതിപ്പോ ആ ഒരു ചോദ്യത്തിന് മുമ്പ് എത്ര ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുത്തു എന്ന് പറഞ്ഞാലും ശരി. ജിജേഷ് ഇതെല്ലാം അവിടെയുള്ളവരോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഇനി പറയൂ, നീ മത്സരത്തിന് തയ്യാറാണോ? അയാൾ ചോദിച്ചു. സംവാദ നിയമങ്ങളെല്ലാം വിശദീകരിച്ച് കേട്ടതിന് ശേഷം ചേതൻ സമ്മതം മൂളി. ഇതിലിപ്പോ എന്താ ഇത്ര ഉള്ളത്? ഞാൻ റെഡി. അശ്വിൻ സാർ വന്നാലും ചോദ്യം ചോദിച്ചു തുടങ്ങിയാലും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോ എന്റെ ചോദ്യം ഇതാണ്. ഒരു ആൽക്കിമിസ്റ്റ് ബോഡി ടെമ്പറിംഗ് ലെവൽ 1 ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയാണ്. അതിനയാൾ ഒരേ പാത്രത്തിൽ തന്റെ 2 ടാബ്ലറ്റ്സ് നിർമ്മിച്ചു. പക്ഷേ അതിലൊരു ടാബ്ലറ്റ് മാത്രം മറ്റൊന്നിനേക്കാൾ ഗുണമൂല്യമുള്ളതായി മാറി. ഇങ്ങനെ നടക്കുമോ? നടക്കുമെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ആൽക്കിമിസ്റ്റ് അശ്വിൻ ചോദിച്ചു. ഈ ചോദ്യം കേട്ട് അവിടെയുള്ള ആൽക്കിമിസ്റ്റുകളെല്ലാം ചേതന്റെ ഉത്തരം എന്താവും എന്നറിയാൻ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങി. ഡോൺ 4 യോദ്ധാക്കളാണ് പലപ്പോഴും ഈ ഗുളികകൾ ഉപയോഗിക്കുന്നത്. ഈ മരുന്നിലൂടെ അവർക്ക് അവരുടെ ശരീരത്തെ ശക്തിപ്പെടുത്തി വേഗത്തിൽ ഡോൺ 4 കടക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആൽക്കിമിസ്റ്റുകൾ പലപ്പോഴും ഈ ടാബ്ലറ്റ്സ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് അശ്വിൻ പറഞ്ഞതുപോലെ ഒരേ സമയം ഒരേ പാത്രത്തിൽ നിർമ്മിച്ച ടാബ്ലറ്റുകൾക്ക് എപ്പോഴും ഒരേ ഗുണമൂല്യവും ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും ആ ടാബ്ലറ്റ്സ് എല്ലാം പല ഗുണമൂല്യമുള്ളവ ആയിരിക്കാറുണ്ട്. ചില ടാബ്ലറ്റ്സ് കഴിച്ചാൽ ശക്തി പ്രാപിച്ച് കഴിക്കുന്നവർക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാൻ കഴിയും. പക്ഷേ ചിലത് കഴിച്ചാൽ അവർക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല. അശ്വിൻ ചോദിച്ചത് വളരെ കഠിനമായ ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയുന്നതാണ് നിന്റെ യഥാർത്ഥ ചലഞ്ച്. മാത്യു ചേതനോട് പറഞ്ഞു. ചുറ്റുപാടുമുള്ള എല്ലാവരെയും നോക്കി ചേതൻ പറഞ്ഞു. ഈ ചോദ്യം ഈ ലോകത്തിലെ ആരോട് ചോദിച്ചാലും അതിനൊരു ശരിയായ ഉത്തരം കിട്ടില്ലെന്ന് അശ്വിന് നന്നായി അറിയാം. എന്നാലും അതേ ചോദ്യം തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്തിന്? ആർക്കും അറിയാത്ത ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയാൻ കഴിയുമോ? ഒന്നും ആലോചിക്കാതെ അശ്വിൻ സാർ ഈ ചോദ്യം ചോദിച്ചത് ചിലപ്പോ എന്നിൽ നിന്നെങ്കിലും ഇതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് കരുതിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ വിശ്വാസം ഞാൻ തകർക്കുന്നില്ല. ഇതിന് ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും അശ്വിന്റെ മുഖം ചുളിഞ്ഞു. പക്ഷേ ചുറ്റും കൂടിയവർ ഇതെല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. എത്ര എളുപ്പത്തിൽ പറയുമെന്നേ അവർക്ക് അറിയേണ്ടതുള്ളൂ. ഞാൻ കുറച്ചു മുമ്പാണ് ഇതിനെക്കുറിച്ച് വായിച്ചത്. ചേതൻ തുടർന്ന് പറയാൻ തുടങ്ങി. അന്നിത് വായിച്ചപ്പോ ഇതൊക്കെ എവിടെ ഉപയോഗപ്പെടാനാണ് എന്ന് ഞാൻ കരുതി. അപ്പോതേ സാറ് വന്ന് കറക്റ്റായിട്ട് അതേ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നു. 37 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൽക്കിമിസ്റ്റ് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയിരുന്നു. ആ കാലത്ത് അദ്ദേഹം 33 ആൽക്കിമിസ്റ്റുകൾ ഒരുമിച്ച് കൂട്ടി ഈ ചോദ്യത്തെക്കുറിച്ച് 3 ദിവസം നീണ്ടുനിന്ന ഒരു റിസർച്ച് നടത്തി. ആ റിസർച്ചിന്റെ ഫലം അദ്ദേഹം ഒരു പുസ്തകമായി മാറ്റി. ബോഡി ടെമ്പറിംഗ് തിയറീസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം വായിച്ചവർക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാൻ കഴിയും. ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുടെ ശരീരത്തിന്റെ വൈകാരിക അവസ്ഥയാണ് ഈ വ്യത്യാസത്തിന് കാരണമെന്ന് അദ്ദേഹം കരുതി. ചിലരുടെ ശരീരം ആ മരുന്നിനോട് ഒത്തുപോകുന്നവയാണ്, ചിലരുടേത് അങ്ങനെയല്ല. ഇത് ആളുകളുടെ ആൽക്കഹോൾ ടോളറൻസിനോട് സമാനമാണ്. കണ്ടിട്ടില്ലേ, ചിലർ കുറച്ച് മദ്യപിക്കുമ്പോൾ തന്നെ ലഹരി അവരെ ബാധിക്കും. പക്ഷെ ചിലർക്ക് ഒരുപാട് കുടിച്ചാലും ഏൽക്കില്ല.
ഈ തിയറി ആ സമയത്ത് ഒരുപാട് പേരുടെ അംഗീകാരം കിട്ടിയ ഒന്നാണ്. പക്ഷേ 18 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു 3 സ്റ്റാർ ആൽക്കെമിസ്റ്റ് അത് തെറ്റാണെന്ന് സംശയിച്ചു. അദ്ദേഹത്തിന്റെ സംശയത്തിന്റെ കാരണം ചിലർക്ക് ഈ മരുന്ന് ആദ്യം കഴിച്ചപ്പോ പ്രവർത്തിച്ചില്ലെങ്കിലും രണ്ടാമത് വീണ്ടും ഇതേ മരുന്ന് കഴിച്ചപ്പോ അത് അവരിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ശരീരത്തിന്റെ പ്രശ്നമാണെങ്കിൽ പിന്നെ എങ്ങനെ അതേ മരുന്ന് വീണ്ടും കഴിക്കുമ്പോൾ പ്രവർത്തിക്കുന്നു? ഇങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുമ്പോൾ ആദ്യം പറഞ്ഞ തിയറി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ആൽക്കെമിസ്റ്റ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകൾ നടത്തി. ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഡിസ്കഷൻ ഓഫ് ടെമ്പറിംഗ് പിൽ. ഈ പുസ്തകത്തിൽ അദ്ദേഹം നേരത്തെ നിലനിൽക്കുന്ന തിയറി പോലെ ഈ വ്യത്യാസത്തിന് കാരണം ആളുകളുടെ ശരീരത്തിലെ വ്യത്യാസമല്ലെന്നും പകരം മരുന്നുണ്ടാക്കുന്ന രീതിയുടെ പ്രശ്നമാണെന്നും എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരേ സമയം തയ്യാറാക്കപ്പെട്ട മരുന്നുകളാണെങ്കിൽ പോലും അവയ്ക്ക് ഗുണമേന്മ ഉണ്ടാവണമെന്നില്ല. ഈ തിയറിയും ആ സമയത്ത് എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ ഈ തിയറി നിലവിൽ വന്ന് 6 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വ്യക്തി ഇതിൽ തന്റെ സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ തിയറി തെറ്റാണെന്ന് തെളിയിച്ചു. ആ വ്യക്തി ഒരു ആൽക്കെമിസ്റ്റ് ആയിരുന്നില്ല, പകരം ഒരു എസ് ലെവൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വെർബൽ റെക്കോർഡ്സ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഈ പുസ്തകം അത്ര പ്രശസ്തമായിരുന്നില്ല. ഇതിന് ആകെ ഒരു കോപ്പി മാത്രമേ ഉള്ളൂ. ആ കോപ്പി ഇവിടെയുള്ള ബേസിക് ലൈബ്രറിയിലുണ്ട്. ലൈബ്രറിയിലെ 19 റാക്കിൽ റൈറ്റ് സൈഡിലായിരിപ്പുണ്ട്. അത്രയും പറഞ്ഞ് ചേതൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയതും മാത്യു ഇടയിൽ കയറി. ഒന്ന് നിർത്ത്. നീ ഹിസ്റ്ററി ബുക്ക് വായിച്ച് കഥ പറയുന്നത് പോലെ പറഞ്ഞത് എങ്ങോട്ടാ? നീ നന്നായി തന്നെ കഥ പറയുന്നുണ്ട്, അത് ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇവിടെ ആർക്കും ഈ ചരിത്രം ഒന്നും കേൾക്കണ്ട. അതുകൊണ്ട് കാര്യത്തിലേക്ക് വാ. മാത്യു ചരിത്രമെല്ലാം കേട്ട് വട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇയാൾ പറയുന്നത് കേട്ടാ ഞാൻ മാജിക് ലൈബ്രറിയിലെ പുസ്തകം വായിക്കുന്നത് ഇയാൾ നേരിൽ കണ്ടെന്ന് തോന്നുമല്ലോ. ഞാനിനി ഓവറായി ചളവാക്കിയോ? ആക്കിയാ തന്നെ മാജിക് ലൈബ്രറിയുടെ കാര്യം ആരറിയാനാ? അതുകൊണ്ട് ഇത് തന്നെ കീപ്പപ്പ് ചെയ്യാം. ചേതൻ ചിന്തിച്ചു. മാത്യു സാറൊന്ന് ശാന്തമായിരിക്കും. എന്നോട് ചോദ്യം ചോദിച്ച അശ്വിൻ സാർ ഒരു അടങ്ങി നിൽക്കുമ്പോ സാർ എന്തിനാ ഇങ്ങനെ പ്രഷർ കയറുന്നത്? ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സാർ സംസാരിക്കും, അപ്പൊ ഞാൻ സാറിന്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരാം എന്ന് ചേതൻ പറഞ്ഞതും മാത്യു അശ്വിനൊന്ന് നോക്കി. അശ്വിൻ അവിടെ ശാന്തമായി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് കണ്ട് മാത്യുവും ഒന്നടങ്ങി. എല്ലാവരും പഴയതുപോലെ തന്നെ ശാന്തരായതും ചേതൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ എസ് ലെവൽ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഈ വ്യത്യാസം വരാനുള്ളതിന്റെ കാരണം ഉപയോഗിക്കുന്ന സസ്യങ്ങളുടെ കാലപ്പഴക്കവും മരുന്നുണ്ടാക്കുന്ന രീതിയും രണ്ടും അടിസ്ഥാനമാക്കിയിരിക്കും. അദ്ദേഹം ഇങ്ങനൊരു നിഗമനത്തിൽ വന്നെത്തിയെങ്കിലും അദ്ദേഹം മരുന്നുണ്ടാക്കി പരിശോധിച്ചു നോക്കിയില്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു നാട്ടിലെ ഒരു ആൽക്കെമിസ്റ്റ് ഈ തിയറിയെ കുറിച്ച് കേൾക്കുകയും ഇത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. അദ്ദേഹം ഈ ടാബ്ലറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന 18 പ്രധാന സസ്യങ്ങളെ മാറ്റി വേറെ സസ്യങ്ങൾ ഉപയോഗിച്ചും 42 വെവ്വേറെ മുറകൾ ഉപയോഗിച്ചും ഈ മരുന്ന് തയ്യാറാക്കി നോക്കി. അദ്ദേഹം തന്റെ കണ്ടുപിടുത്തങ്ങൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ബോഡി ടെമ്പറിംഗ് എന്നൊരു പുസ്തകമാക്കി മാറ്റി. ഈ പുസ്തകം ഇവിടെയുള്ള ബേസിക് ലൈബ്രറിയിലുണ്ട്. 27-ാം റാക്കിന്റെ ഇടത് മൂലയിലാണത്. എന്റെ വാക്കിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും പോയി ഉടനെ തന്നെ ആ പുസ്തകം എടുത്തുകൊണ്ട് വരാം. ഈ പുസ്തകത്തിലെ ഉത്തരമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്നാണ് എന്റെ ഒരു ഊഹം. ഇത്രയും പറഞ്ഞു നിർത്തി ചേതൻ ജിജേഷിനെ നോക്കി. ജിജേഷ് ഒരു അസിസ്റ്റന്റിനെ ആ പുസ്തകം എടുക്കാനായി പറഞ്ഞു. പുസ്തകം എടുക്കണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അത്രയും നേരം എല്ലാം കേട്ടു നിന്ന അശ്വിൻ പെട്ടെന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം വരെ ചേതനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് അമിത ആത്മവിശ്വാസത്തോടെ ഇരുന്നിരുന്ന അശ്വിൻ ഇപ്പോൾ ആകെ വിളറി വെളുത്തു. അവിശ്വസനീയതയോടെ അയാൾ 2 അടി പിന്നിലേക്ക് വെച്ചു. ജിജേഷ് സാർ, ആ ബുക്ക് കൊണ്ടുവരാൻ തന്നെ പറയേ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും അശ്വിൻ സാർ വിശ്വസിക്കില്ല. ചേതൻ ജിജേഷിനോട് പറഞ്ഞു. ചേതാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഉത്തരം ശരിയാണ്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ പറയാൻ പോകുന്നത് 100% ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അശ്വിൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ചേതൻ ചെറുപ്പമായതിനാൽ അവൻ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്ന് അശ്വിൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇപ്പോൾ നടന്ന ഈ ചർച്ചയ്ക്ക് ശേഷം സത്യത്തിൽ അവരാണ് അധികം പുസ്തകങ്ങൾ വായിക്കാത്തതെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. പുസ്തകങ്ങൾക്കുള്ളിലെ വിവരങ്ങൾ മാത്രമല്ല, പുസ്തകം എഴുതപ്പെട്ട വർഷം, പുസ്തകത്തിന്റെ പേര്, അതിന്റെ എഴുത്തുകാരൻ ആരാണ്, എന്തിന് ലൈബ്രറിയിൽ ആ പുസ്തകം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വരെ ചേതൻ അറിയാമായിരുന്നു. അവിടെയുള്ള ആൽക്കിമിസ്റ്റുകൾക്ക് ആ പുസ്തകത്തിലെ വിവരങ്ങൾ തന്നെ ഓർത്തിരിക്കുന്നത് കഷ്ടമാണ്. അപ്പോഴാണ് ചേതൻ ഇതെല്ലാം നിസ്സാരമായി പറയുന്നത്. അവർ തമ്മിലുള്ള അന്തരം എന്താണെന്ന് അയാൾ മനസ്സിലാക്കി. അശ്വിൻ സാർ, എന്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, ചേതൻ പറഞ്ഞു. ഈ പാവങ്ങളെ പറ്റിക്കാൻ എന്ത് രസം. എന്റെ ഉള്ളിൽ മാന്ത്രിക ലൈബ്രറി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വെറുതെ എന്റെ ഉള്ളിൽ വരുന്ന പുസ്തകം മാത്രം വായിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ചേതൻ ചിന്തിച്ചു.
അശ്വിൻ ധൈര്യം വീണ്ടെടുത്ത് വീണ്ടും സംസാരിച്ചു തുടങ്ങി. രണ്ടാമത്തെ ചോദ്യം, ലെവൽ 1 സ്ട്രെങ്ത് എൻഹാൻസ്മെന്റ് പില്ലുണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാത്രത്തിൽ പൊട്ടലുകൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അതാ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നത്? അശ്വിൻ അല്പം ആലോചിച്ചതിന് ശേഷം ചോദിച്ചു. അത് കേട്ട് ചേതൻ ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് ചെന്നു. നല്ല ചോദ്യം. സാറ് ചോദിച്ചതുപോലെ ലെവൽ 1 സ്ട്രെങ്ത് എൻഹാൻസ്മെന്റ് പില്ല് ഉണ്ടാക്കുമ്പോൾ ചട്ടിയില് പൊട്ടലുകൾ ഉണ്ടാവാറുണ്ട്. ഈ ചോദ്യം ഒരു ആൽക്കെമിസ്റ്റിനോടുള്ള ചോദ്യമായി തോന്നുമെങ്കിലും ഇതിനുത്തരം നൽകണമെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലന്റെ അറിവ് കൂടെ വേണം. ചേതൻ പറഞ്ഞു. ഇവന് ചോദ്യത്തിന് എന്ത് മറുപടി പറയുമെന്ന് നോക്കാം. അവിടെയുള്ളവർ പറഞ്ഞു. അശ്വിന്റെ ചോദ്യത്തിന് ചേതൻ എന്ത് മറുപടി കൊടുക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു അവർ. അധ്യായം 91. അശ്വിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഒരു ആൽക്കെമിസ്റ്റിനും കഴിയില്ല. ഒരു കൊല്ലന്റെ അറിവ് കൊണ്ട് മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയൂ. ഒരു കൊല്ലൻ ഉണ്ടാക്കിയ പാത്രം ഒരു ആൽക്കെമിസ്റ്റ് ഉപയോഗിച്ചിട്ട് അതിൽ വിള്ളൽ വന്നെങ്കിൽ അതിന് ഉത്തരം നൽകാൻ അയാൾക്കല്ലേ കഴിയൂ. അയാൾക്കല്ലേ അതെങ്ങനെ പൊട്ടിയെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും പറയാൻ കഴിയൂ. ആൽക്കെമിസ്റ്റുകൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. എന്നാൽ ഒന്ന് ശ്രദ്ധയോടെ ചിന്തിച്ചാൽ മരുന്ന് തയ്യാറാക്കുമ്പോൾ എന്തുകൊണ്ട് ചട്ടിയിൽ വിള്ളൽ വീഴുന്നു എന്നുള്ളത് ഒരു ആൽക്കെമിസ്റ്റും അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്നാലും ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത തൊഴിലുകളായതുകൊണ്ട് മിക്ക ആൽക്കെമിസ്റ്റുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ചേതനിനി എങ്ങനെ മറുപടി നൽകും എന്നറിയാനായി അവർ കാത്തിരുന്നു. എന്നാൽ ചേതനാവട്ടെ ഈ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണോ? ഈ ചോദ്യം പല പുസ്തകങ്ങളിലും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞ് ചേതൻ ഡസൻ കണക്കിന് പുസ്തകങ്ങളുടെ പേരുകൾ പറയാൻ തുടങ്ങി. അവ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരവും അവൻ പറഞ്ഞു. ഈ ചോദ്യം ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും അതിന്റെ ഉത്തരം പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈബ്രറിയിൽ വരുന്ന അസിസ്റ്റന്റുകൾ വേഗം ഒരു ആൽക്കെമിസ്റ്റായി മാറാനുള്ള മരുന്നുകളെ കുറിച്ചുള്ള പുസ്തകം മാത്രമേ വായിക്കൂ. അല്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളെ കുറിച്ച് പഠിക്കേണ്ട സമയത്ത് ആരാണത് ഉണ്ടാക്കുന്ന പാത്രത്തെ കുറിച്ച് പഠിക്കാൻ പോവുക? അതുമല്ല, ഒരു ആൽക്കെമിസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ തിരക്കും സ്വാധീനവും വർദ്ധിക്കും. പിന്നെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ അവർക്ക് സമയവും കിട്ടില്ല. ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും വായിക്കാനുള്ള സമയം അവർക്ക് കാണില്ല. അങ്ങനെ ഒരു ആൽക്കെമിസ്റ്റായി വർഷങ്ങൾ കഴിഞ്ഞാലും അവർക്ക് ഇങ്ങനെയുള്ള വിവരങ്ങളെ കുറിച്ചുള്ള അറിവ് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന പല ആൽക്കെമിസ്റ്റുകൾക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയാതെയായി പോയത്. എന്നാൽ ചേതന്റെ അടുത്ത് ഒരു മാന്ത്രിക ലൈബ്രറി ഉണ്ടായിരുന്നു. ഇന്നലെ ചേതൻ അതിലാ ബേസിക് ലൈബ്രറിയിലെ എല്ലാ പുസ്തകങ്ങളും പകർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നതിൽ ചേതന് യാതൊരു വിധത്തിലെ ബുദ്ധിമുട്ടുമില്ല. നിനക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാ അതെല്ലാം ശരിയുത്തരാവൂ? മാത്യു രോഷാകുലനായി ചോദിച്ചു. മാത്യു സാർ, ഒന്ന് അടങ്ങിയിരിക്കേ. കുറച്ചു മുമ്പല്ലേ ഇതുപോലെ ചെന്നിട്ട് നാണം കിട്ടത്? ഇനിയും എന്തിനാ വെറുതെ ചെന്ന് കേറി കൊടുക്കുന്നത്? ജിജേഷ് ചോദിച്ചു. എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞ് കേറി കൊടുക്കും, എന്നിട്ട് അവസാനം അവന്റെ മുമ്പിൽ നാണം കെട്ടി നിൽക്കുകയും ചെയ്യും. ജിജേഷ് പിറുപിറുത്തു. സാർ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെയുള്ള എല്ലാ ആൽക്കെമിസ്റ്റും ചേതന്റെ അടുത്ത് നാണം കെടാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയതാണെന്നാ തോന്നുന്നത്. ഇവർക്കൊക്കെ വെറുതെ അവിടെ എങ്ങനെ ഇരുന്നാ പോരെ? ശ്രുതി ജിജേഷിന്റെ അടുത്ത് മുറുമുറുത്തു. നീ മിണ്ടാതിരിക്കുന്നോ അതോ ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കണോ? ജിജേഷ് പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അത് ഞാൻ ആത്മകഥം പറഞ്ഞല്ലേ, സോറി, ഇനി ഞാൻ വാതുറക്കില്ല, അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് തന്റെ കൈകൾ കൊണ്ട് വായ പൊത്തി കളിയായി നിന്നു. ജിജേഷ് മാത്യുവിനെ തടഞ്ഞതും അവിടെയുള്ളവരെല്ലാം നിശബ്ദരായി. അത് കണ്ട് ചേതൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അശ്വിൻ സാർ, എന്റെ ഉത്തരത്തിൽ സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞുതരാം. ചേതൻ ചോദിച്ചതും അശ്വിൻ പെട്ടെന്ന് തന്നെ തലയാട്ടി. സംശയമൊന്നുമില്ല, നിന്റെ ഉത്തരം ശരിയാണ്. അശ്വിന്റെ മുഖം ആകെ വിയർത്തു. അശ്വിൻ ഈ ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയപ്പോൾ അയാൾക്കും ഇതേ പ്രശ്നം നേരിടേണ്ടി വന്നിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഒരുപാട് പേരോട് ചോദിച്ചെങ്കിലും ആർക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം അയാൾക്ക് ഇതിനുള്ള ഉത്തരം ലഭിച്ചത് ഇവിടത്തെ ബേസിക് ലൈബ്രറിയിലുള്ള ചേതൻ പറഞ്ഞ ഡസൻ കണക്കിന് പുസ്തകങ്ങളിൽ ഒന്നിൽ നിന്നാണ്. ആ ഒരു പുസ്തകത്തിൽ മാത്രമേ ഈ ചോദ്യത്തിനുള്ള ഉത്തരമുള്ളൂ എന്നും അതുകൊണ്ട് ഈ ചോദ്യം കഠിനമായിരിക്കുമെന്നും കരുതിയാണ് അശ്വിൻ ഈ ചോദ്യം ചോദിച്ചത്. എന്നാൽ ചേതൻ ഇത്ര സിമ്പിളായി ഉത്തരം പറയുമെന്ന് അയാൾ കരുതിയില്ല. ഇത് കണ്ട് ജിജേഷും ജിനേഷും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. ഒന്നുമല്ല, അവന് പുസ്തകത്തിന്റെ പേജ് നമ്പർ വരെ ഓർമ്മയുണ്ടാകുമെന്ന് അവർക്കെല്ലാം അറിയൂ. ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ചേതനെ പരീക്ഷിക്കാൻ ഒരുങ്ങില്ലായിരുന്നുവെന്ന് ജിജേഷ് ഓർത്തു. ശരിക്കും പറഞ്ഞ നേരത്തെ ഇവർ ഉപയോഗിച്ച സംവാദ രീതി തന്നെയായിരുന്നു ചേതന് കുറച്ചെങ്കിലും കഠിനമായിരുന്നെന്ന് തോന്നുന്നു.
ചേതനെ തോപ്പിക്കുന്നത് അസാധ്യമാണെന്ന് ജിജേഷും ജിനേഷും ചിന്തിച്ചു. ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇനി സാറിന് മൂന്നാമത്തെ ചോദ്യം ചോദിക്കാം. ചേതൻ പറഞ്ഞു. തന്റെ ഉത്തരം ശരിയാണെന്ന് ചേതന് ഉറപ്പുള്ളത് കൊണ്ട് പിന്നെയും അതേ ചോദ്യം തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് സമയം കളയാതെ തന്നെ അവൻ അടുത്ത ചോദ്യത്തിനായി ആവശ്യപ്പെട്ടത്. അശ്വിൻ ഇനി എന്ത് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ഞാനിനി ചോദ്യം ചോദിക്കുന്നില്ല. എനിക്കറിയാവുന്ന 2 കഠിനമായ ചോദ്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. പക്ഷേ നീ അതിനെല്ലാം നിസ്സാരമായി ഉത്തരം തന്നു. ഇനി ഞാൻ വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അതിനും നീ ഉത്തരം തന്നാ ഇവിടെ എനിക്ക് കിട്ടുന്ന ആകെയുള്ള ബഹുമാനം കൂടി ഇല്ലാതാവും. അശ്വിൻ പറഞ്ഞു. ചേതൻ നേരത്തെ ഡസൻ കണക്കിന് പുസ്തകങ്ങളുടെ പേര് പറയുന്നത് കേട്ട് തന്നെ അശ്വിന്റെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നിരുന്നു. ഇനിയും കൂടുതൽ ചോദ്യം ചോദിച്ച് നാണം കെടാൻ അയാൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ പിന്മാറുന്നതാണ് നല്ലതെന്ന് അയാൾ തീരുമാനിച്ചു. മറ്റുള്ളവർക്ക് തന്നോട് ശേഷിക്കുന്ന ബഹുമാനമെങ്കിലും നിലനിൽക്കുമല്ലോ. ചേതൻ അത് കേട്ട് ആകെ ഒന്ന് അതിശയത്തിലായി. സാറ് മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? ചേതൻ വീണ്ടും ഉറപ്പുവരുത്താനായി ചോദിച്ചു. ചേതൻ ബുദ്ധിമുട്ടുള്ള തന്റെ 2 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ സ്ഥിതിക്ക് താൻ പിന്മാറുകയാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു. അശ്വിന്റെ തീരുമാനം ചേതനെ ഒന്ന് ആശ്ചര്യപ്പെടുത്തിയെങ്കിലും അവൻ വേഗം തന്നെ അടുത്ത ആൽക്കെമിസ്റ്റിന് നേരെ തിരിഞ്ഞു. ഇനി സാറിന്റെ ഊഴം. എല്ലാവരും ഇപ്പോൾ തന്നെ നോക്കുന്നത് മാത്യു ശ്രദ്ധിച്ചു. മാത്യു സാറിന് ഇപ്പോ ചോദ്യങ്ങൾ ചോദിക്കാം. സാറിനായിരുന്നല്ലോ നേരത്തെ തൊട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തിടുക്കം. അതുകൊണ്ട് ചെല്ല്, ചോദിക്കും. ജിജേഷ് അല്പം പരിഹാസത്തോടെ പറഞ്ഞു. ജിജേഷ് പറഞ്ഞത് മാത്യു ആദ്യം കേൾക്കാത്ത പോലെ നിന്നെങ്കിലും പിന്നെ മുന്നോട്ട് ചെന്നു. എന്നിട്ട് അയാൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്നോട് ചോദിക്കാൻ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യം പറഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് എനിക്കും അറിയില്ല. നീ ഉത്തരം പറഞ്ഞില്ലെങ്കിലും നീ തോൽക്കില്ല. പക്ഷേ ഉത്തരം പറഞ്ഞ ഞാൻ ഉടനെ തന്നെ എന്റെ തോൽവി സമ്മതിക്കാം. മാത്യു പറഞ്ഞു. അയ്യേ, ഇയാളിതെന്താ ഈ പറയുന്നേ? ജിജേഷ് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്തിച്ചു. ഇയാൾക്ക് വട്ടാണോ? അതോ വട്ടുള്ളത്? പിന്നെയാണ് ഞാൻ ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞത് ശ്രുതി ഓർത്തത്. അതുകൊണ്ട് പറയാൻ വന്നത് അങ്ങനെ തന്നെ അവൾ വിഴുങ്ങി. എന്താ എന്താ പറഞ്ഞത്? ജിജേഷ് പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, ശ്രുതി ഇരിച്ചുകൊണ്ട് പറഞ്ഞു. മാത്യുവിന് തന്നെ ഉത്തരം അറിയില്ലെന്ന് പറയുമ്പോൾ ചേതൻ പറയുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ അറിയും? എന്തിന് ഈ ചോദ്യത്തെ തന്നെ സംവാദമായി കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ചേതന് വേണമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുകയും ചെയ്യാം. അഥവാ ഇനി അവന് ഉത്തരം പറയണമെങ്കിൽ അങ്ങനെയും ആവാം. ചേതൻ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരുന്നാലും അവനെ ഈ സംവാദത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. മാത്യു സാറിന് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കേ. ഇനി ഇവൻ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കോ? ഏയ്, നേരത്തെ അശ്വിൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഇതിനും അവൻ ഉത്തരം പറയും. ജിജേഷ് ചിന്തിച്ചു. മാത്യുവിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ചേതൻ. ഞാൻ കുറച്ച് നാളുകളായി പൾസ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന മുറയ്ക്കോ സസ്യങ്ങൾക്കോ പാത്രത്തിനോ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ അവ എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യാറുള്ളതാണ്. എന്നിട്ടും എനിക്ക് ആ മരുന്ന് ശരിയായി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് പറയാൻ കഴിയോ? മാത്യു തന്റെ ചോദ്യം ചോദിച്ചു. ഇതൊക്കെ ഒരു ചോദ്യമാണോ? അത് ശരിയാ. മാത്യുവിന് എന്തുകൊണ്ടാണ് ആ മരുന്ന് ശരിയായി നിർമ്മിക്കാൻ കഴിയാത്തതെന്ന് മാത്യു തന്നെയല്ലേ കണ്ടെത്തേണ്ടത്. അല്ലെ പെട്ടെന്ന് ഇങ്ങനെ ഒന്നു ചോദിച്ചാ ഇതിന് ഉത്തരം ചേതൻ എങ്ങനെ തരാനാണ്? മാത്യുവിന്റെ ചോദ്യം കേട്ട് അവിടെയുള്ള ആൽക്കെമിസ്റ്റുകൾ പറഞ്ഞു. അവരുടെ എല്ലാം മുഖത്ത് പല ഭാവങ്ങളായിരുന്നു. സംവാദത്തിൽ ഉത്തരം പറയാൻ പറ്റാത്ത കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ച് എതിരെയുള്ളയാളെ തോൽപ്പിക്കണം എന്നുള്ളത് അവിടെയുള്ള എല്ലാവരുടെയും ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യമാണ്. പക്ഷേ സംവാദത്തിൽ ചോദിക്കുന്ന ആൾക്കുൾപ്പെടെ ആർക്കും ഉത്തരം അറിയാത്ത ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് മാത്യുവിന്റെ ചോദ്യം കേട്ട് അവിടെയുള്ളവരെല്ലാം അദ്ദേഹത്തെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി. അല്ലെങ്കിലും ഞാൻ ഇന്നലെ തിന്ന ഭക്ഷണത്തിന്റെ പേരെന്താണ്? എന്റെ ശരീരത്തിൽ എത്ര മറുകുകളുണ്ട്? എനിക്ക് ഇതുവരെ എത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നു? എന്നൊക്കെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ പോലെയായിരുന്നു മാത്യുവിന്റെ ഈ ചോദ്യവും. ഇങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ ആർക്ക് ഉത്തരം പറയാൻ കഴിയാനാണ്? ഇത് കണ്ട് ജിജേഷ് ഇടപെടാൻ തന്നെ തീരുമാനിച്ചു. ആൽക്കെമിസ്റ്റ് മാത്യു, താങ്കൾ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം മിനിമം നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റാർക്കെങ്കിലും അതിന്റെ ഉത്തരം അറിയണം. ഇത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കും അറിയില്ല, ഇവിടെയുള്ള ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാൻ പറ്റില്ല. ജിജേഷ് കർക്കശമായി പറഞ്ഞു. താൻ എടുത്തുചാട്ടം കൊണ്ട് തെറ്റായ ചോദ്യം ചോദിച്ചു എന്ന് മനസ്സിലാക്കിയ മാത്യു ആ ചോദ്യം പിൻവലിക്കാൻ ഒരുങ്ങിയതും ചേതൻ അയാളെ തടസ്സപ്പെടുത്തി. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. സാർ ആ ടാബ്ലറ്റ് ഇപ്പൊ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കേ. സാർ ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ മാത്രമേ എനിക്കതിന്റെ കുഴപ്പം
എന്താന്ന് പറയാൻ സാധിക്കും? ചേതൻ പറഞ്ഞതും മാത്യു ശരിയെന്ന് തലയാട്ടി അടുപ്പിനരികിലേക്ക് ചെന്നു. ചേതൻ തന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാകുമെന്ന് മാത്യു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിയപ്പോ പെട്ടെന്നായിരുന്നു ഈ ചോദ്യം അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. കുറെ നാളായി മാത്യു ഈ മരുന്നുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയായി അയാൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് അറിയാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയെങ്കിലും യാതൊരു ഉത്തരവും കിട്ടിയില്ല. പലതവണ ആ മരുന്നുണ്ടാക്കുന്ന രീതിയിൽ പല മാറ്റങ്ങൾ വരുത്തി നോക്കിയെങ്കിലും എല്ലാ തവണയും അയാൾക്ക് പരാജയമായിരുന്നു ഫലം. ചേതനെന്ന് ഓരോരുത്തരുടെയും തെറ്റുകൾ ശരിയായി ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടാണ് അയാൾ ഈ ചോദ്യം ചോദിച്ചത്. ചിലപ്പോ അവനിൽ നിന്ന് തനിക്കുള്ള ഉത്തരം ലഭിച്ചാലോ? അങ്ങനെ തന്റെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് ശരിയാക്കി മരുന്നുണ്ടാക്കാൻ സാധിക്കുമെന്നോർത്ത് അയാൾ സന്തോഷിച്ചു. പക്ഷേ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഇവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകളുടെ റിയാക്ഷൻ കണ്ടതും താൻ ചോദിച്ച ചോദ്യം തെറ്റായി പോയി എന്ന് അയാൾ കരുതി. അയാൾ അടുപ്പ് കത്തിച്ചു. തീ അതിവേഗം ആളിക്കത്താൻ തുടങ്ങി. ആ ചട്ടിയിലേക്ക് അയാൾ ധാരാളം ഔഷധ സസ്യങ്ങൾ ഇട്ടു. മാത്യു വഴക്കത്തോടെ ഓരോ മുറകളും ചെയ്തു. മാത്യു താൻ ചെയ്യുന്ന കാര്യത്തിൽ ആകെ മുഴുകി നിൽക്കുകയാണെന്നുള്ളത് ചേതന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ ഈ കൈവഴക്കം. അത്തരമൊരു കഴിവ് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയില്ല. ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ മാത്രമേ ഇത് നേടാനാവൂ. എന്നാൽ ഇത്രയും വൈദഗ്ധ്യവും മികച്ച മുറകളും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ടാബ്ലറ്റ് നിർമ്മിക്കാൻ കഴിയാതെ വന്നത് എന്ന ചോദ്യം ചേതനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ചെയ്യുന്ന മുറകളൊന്നിലും ഒരു തെറ്റുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അയാൾക്ക് ആ മരുന്നുണ്ടാക്കാൻ കഴിയാത്തത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവിടെയുള്ളവരെല്ലാം ചിന്തിച്ചു. അവരെല്ലാവരും മാത്യുവിനെ തന്നെ ശ്രദ്ധിച്ചു. അയാൾ ചെയ്യുന്നത് ഓരോന്ന് കാണും തോറും അവരുടെ ഉള്ളിലെ സംശയം കൂടി വന്നതേയുള്ളൂ. അധ്യായം 92. ചേതൻ ഉത്തരം നൽകാൻ സമ്മതിച്ചതിൽ മാത്യു സന്തോഷിച്ചു. അയാൾ ടാബ്ലറ്റ് തയ്യാറാക്കാൻ തുടങ്ങി. അയാൾ ടാബ്ലറ്റ്സ് തയ്യാറാക്കുന്ന രീതി കണ്ടു തന്നെ അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവിടെയുള്ളവർക്കെല്ലാം മനസ്സിലായി. പച്ചമരുന്നുകൾ, പാത്രം, തയ്യാറാക്കുന്ന രീതി എന്നിവയിലൊന്നും ഒരു തെറ്റും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. മാത്യു മരുന്ന് തയ്യാറാക്കുന്ന രീതിയെല്ലാം കണ്ടിട്ട് അയാൾക്ക് ശരിക്കും ഒരു ലെവൽ 2 നിലവാരത്തിൽ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാൻ കഴിയേണ്ടതാണ്. പിന്നെയും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഇത്രയും പെർഫെക്റ്റ് ആയി ചെയ്തിട്ടും മരുന്നുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അവർക്കെല്ലാം ഒരു വിചിത്ര പ്രതിഭാസമായി തോന്നി. മാത്യു തീയണച്ച് പാത്രത്തിന്റെ മൂടി തുറന്നതും വെറും ചാരം മാത്രമാണ് അയാൾക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ടാബ്ലറ്റായി മാറുന്നതിന് പകരം ആ സസ്യങ്ങൾ മുഴുവൻ വെറും ചാരമായി മാറിയിരിക്കുന്നു. ഇത്തവണയും പരാജയം തന്നെ. എല്ലാ തവണയും എനിക്ക് ഇതേ ഫലം തന്നെയാണ് കിട്ടുന്നത്. എന്താണ് ഇങ്ങനെ ആകാനുള്ള കാരണം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. മാത്യു കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. എന്തിന്? ഈ സംഭവം ജിജേഷിനെ പോലും അത്ഭുതപ്പെടുത്തി. എന്താണ് ഇവിടെയുള്ള പ്രശ്നമെന്ന് അയാൾക്കും അറിയില്ലായിരുന്നു. ഈ യൂണിയന്റെ തലവനായതിനാലും വളരെ ഉയർന്ന പദവി വഹിക്കുന്നതിനാലും ആൽക്കിമിസ്റ്റ് ജിജേഷിന്റെ നോട്ടം വളരെ സൂക്ഷ്മതയുള്ളതായിരുന്നു. മുഴുവൻ പ്രക്രിയയും അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചു. മാത്യു ചെയ്തതെല്ലാം ശരിയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അയാൾ ആ ഗുളിക തയ്യാറാക്കിയിട്ടുണ്ടാവുമെന്ന് ജിജേഷ് കരുതി. പക്ഷേ ഫലം വിപരീതമായിരുന്നു. ആ പാത്രത്തിലെ ചാരത്തിലേക്ക് മാത്യു നിരാശയോടെ നോക്കി. എന്നിട്ട് ചേതന് നേരെ തിരിഞ്ഞു. ഇതാണ് എന്റെ ചോദ്യം. അല്ല, എന്റെ സംശയം എന്ന് വേണമെങ്കിലും പറയാം. ഇതിന് നിനക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാ ഞാൻ മറ്റുള്ളവരെ പോലെ എന്റെ തോൽവി സമ്മതിക്കാം. ഇല്ലെങ്കിൽ നീ എന്റെ മറ്റു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരേണ്ടി വരും. സാറിപ്പോ ചോദിച്ച ചോദ്യം ഈ സംഭവത്തിൽ പെടുന്നതല്ല. എന്നിട്ട് കൂടി ഞാൻ അതിന് ഉത്തരം തരാമെന്ന് പറഞ്ഞില്ലേ? ഇതിനുത്തരം പറയുന്നത് അത്ര പാടുള്ള കാര്യമൊന്നുമല്ല എന്ന് ചേതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ എന്നിട്ട് ആ പാത്രത്തിന്റെ അരികിലേക്ക് ചെന്നു. അതിലുള്ള ചാരത്തിലേക്ക് നോക്കി. എന്നിട്ട് മാത്യുവിന് നേരെ തിരിഞ്ഞു. മാത്യു സാറേ, സാറിന്റെ പ്രായത്തിന് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതും ഒരു ആൽക്കിമിസ്റ്റ് ആയിട്ട് പോലും. ചേതൻ അയാളോട് പറഞ്ഞു. അത് കേട്ട് മാത്യു ആകെ കാര്യം മനസ്സിലാവാതെ ചേതനെ തന്നെ നോക്കി നിന്നു. എന്റെ പ്രായത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? അതും ഇതും തമ്മിൽ എന്തു ബന്ധം? മാത്യു ആകെ കുഴപ്പത്തിലായി. ചേതൻ പറഞ്ഞതിനും മാത്യു ഉണ്ടാക്കിയ മരുന്നും തമ്മിൽ എന്തു ബന്ധമെന്ന ചിന്തയിലായിരുന്നു അവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകളും. ചേതൻ പറയുന്നത് എന്താണെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലായില്ല. എന്നാലും ഒരു കാരണവുമില്ലാതെ ചേതൻ ഇങ്ങനെ സംസാരിക്കില്ല എന്ന് അവിടെയുള്ളവർക്ക് എല്ലാം നേരത്തെ നടന്ന സംഭവങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു. ഞാൻ സാറിന് കടന്നു വന്നപ്പോ സാറിന്റെ ദേഹത്തു നിന്നും ഒരു ഗന്ധം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങളുടേതാണ്. ആ ഗന്ധം വെച്ച് ആ സ്ത്രീക്ക് 18-19 വയസ്സേ ഉള്ളൂ എന്ന് തോന്നുന്നു. ചേതൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് മാത്യു പെട്ടെന്ന് ഞെട്ടി. അതെ,
ഇതെന്റെ ഭാര്യയുടേതാണ്. അവൾക്ക് നീ പറഞ്ഞ അതേ പ്രായമാണ്. ആൽക്കിമിസ്റ്റ് മാത്യുവിന്റെ മുഖം ആകെ ചുവന്നിരുന്നു. അയാളുടെ പ്രായം 70. ശരിക്കു പറഞ്ഞാൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കേണ്ട പ്രായം. എന്നിട്ടാണ് ഈ പ്രായത്തിലുള്ള അയാൾ തന്റെ പേരക്കുട്ടിയുടെ പ്രായം വരുന്ന ഒരു കുട്ടിയെ വിവാഹം ചെയ്തിരിക്കുന്നത്. ഈ ലോകത്തിൽ ഇതെല്ലാം സാധാരണയായി കാണുന്ന കാര്യങ്ങളാണെങ്കിലും അതിങ്ങനെ ഇത്രയധികം ആൽക്കിമിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചതിൽ അയാൾക്ക് നാണക്കേട് തോന്നി. നീ എന്താ പറയാൻ ശ്രമിക്കുന്നത്? എനിക്ക് മരുന്നുണ്ടാക്കാൻ പറ്റാത്തതിന് കാരണം എന്റെ ഭാര്യയാണോ? ചേതന്റെ സംസാരം കേട്ട് കുഴഞ്ഞ മാത്യു സംശയത്തോടെ ചോദിച്ചു. ഇതുമായി തന്റെ ഭാര്യയ്ക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ ചേതൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പരസ്യമായി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. അതുമല്ല, അയാൾക്ക് ചേതനിലുള്ള വിശ്വാസം നിഷേധിക്കാനാവാത്തതായിരുന്നു. പക്ഷേ അവിടെയുള്ള മറ്റു ചില ആൽക്കിമിസ്റ്റുകൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ല. മരുന്നുണ്ടാക്കാൻ സാധിക്കാത്തതും ഇതും തമ്മിൽ എന്തു ബന്ധം എന്നവർ ചിന്തിച്ചു. നിങ്ങളുടെ ഭാര്യയിൽ നിന്നും നിങ്ങൾക്കൊരു രോഗം പിടിപെട്ടിട്ടില്ലേ? ചേതൻ ചോദിച്ചു. എനിക്കെന്ത് രോഗം? എനിക്കും രോഗമില്ല, എന്റെ ഭാര്യയ്ക്ക് രോഗമില്ല. അയാൾ ദേഷ്യത്തിൽ തിരിച്ചടിച്ചു. അല്ല, നീ നീ എന്തിനെന്റെ സ്വകാര്യ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്? നിന്നോട് എന്റെ മരുന്നുണ്ടാക്കുന്ന രീതിയിലെ മിസ്റ്റേക്കാണ് ഞാൻ ചോദിച്ചത്. നീ അത് മാത്രം പറഞ്ഞാ മതി, മാത്യു ദേഷ്യത്തിൽ പറഞ്ഞു. അയാൾ പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. എന്നാൽ ഇപ്പോൾ ചേതന്റെ വാക്കുകൾ കേട്ടതും അയാൾക്ക് എന്തെന്നില്ലാത്ത കോപം വന്നു. അയാളുടെ കാര്യം മാത്രമല്ല, അവിടെയുള്ള മറ്റ് ആൽക്കിമിസ്റ്റുകൾക്കും ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നിരുന്നു. ഇവിടെ എന്തായി നടക്കുന്നത്? നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ ഇവിടെ വന്ന് വിളമ്പുന്നത്? ഒരു ആൽക്കിമിസ്റ്റ് ഇടയിൽ കയറി ചോദിച്ചു. മറ്റ് ആൽക്കിമിസ്റ്റുകൾ ഇങ്ങനെയാകും ഇതിനോട് റിയാക്ട് ചെയ്യുകയെന്ന് ചേതന് നേരത്തെ തന്നെ തോന്നിയിരുന്നു. അവൻ ചിന്തിച്ചതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. പക്ഷെ ചേതൻ വീണ്ടും മാത്യുവിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. മാത്യു സാർ, സാറിന്ന് വളരെ ക്ഷീണിതനാണ്. സാറിന് രാത്രിയിൽ ഉറക്കമൊന്നും കിട്ടാറില്ലല്ലോ. പുതിയ ഭാര്യ, പുതിയ ജീവിതം. ഇനിയിപ്പോ സാറ് രാത്രി ഉറങ്ങിയില്ലേലും കുഴപ്പമില്ല, പകലെങ്കിലും ഉറങ്ങിക്കൂടെ? അതല്ലേ സാറിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഒരു പുഞ്ചിരിയോടെ ചേതൻ പറഞ്ഞു. എന്ത്? മാത്യു ഞെട്ടലോടെ ചോദിച്ചു. അയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ചുറ്റുമുള്ളവരുടെ മുഖഭാവം കണ്ടതും അയാൾക്ക് വല്ലാത്ത ജാള്യത അനുഭവപ്പെട്ടു. അതെ, നീ വല്ലാതെ അതിര് കടന്ന് സംസാരിക്കുന്നു, മാത്യു അല്പം കടുപ്പത്തിൽ പറഞ്ഞു. ചേതന്റെ സംസാരം കേട്ട് അയാൾ ആകെ വല്ലാതായിരുന്നു. അയാൾ ഒരു വൃദ്ധനാണെങ്കിലും അയാളുടെ മോഹങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണെന്ന് ചേതൻ പറയാതെ പറയുകയായിരുന്നു. മാത്യു സാർ, സാർ ഇപ്പോഴും നല്ല ചുറുചുറുക്കുള്ള ആളാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. മനസ്സുകൊണ്ട് സാറ് 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ. പ്രായത്തിൽ മാത്രമാണ് സാറിന്റെ ഭാര്യ സാറിനേക്കാൾ ചെറുപ്പം. പക്ഷെ മറ്റു ചില കാര്യത്തിൽ സാറാണ് ആ കുട്ടിയേക്കാൾ ചെറുത് എന്ന് പറഞ്ഞ് ചേതൻ ചിരിക്കാൻ തുടങ്ങി. അത് കേട്ട് മറ്റ് ആൽക്കിമിസ്റ്റുകൾക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ചിരിച്ചുകൊണ്ട് മാത്യുവിനെ ഓരോന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട് അയാൾക്ക് ഉടുതുണി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഈ ലോകത്തിൽ പുരുഷന്മാർ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കുന്നത് ഒരു പതിവാണ്. എന്നാൽ തന്നെക്കാൾ പ്രായത്തിൽ ഒരുപാട് ചെറുപ്പമായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് അവർക്കൊരു വിനോദമായിരുന്നു. ആ സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരുടെ മറ്റൊരു ലഹരിയും. അവിടെയുള്ള തന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ട മാത്യുവിന്റെ മുഖം നാണക്കേട് കൊണ്ട് ചുവന്നു. ഇതിലെന്താ ചിരിക്കാൻ എത്തിയിരിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചത് ഒരു പെണ്ണിനെയല്ലേ, അല്ലാതെ കണ്ട പട്ടിയെ പൂച്ചയൊന്നല്ലോ. മനുഷ്യർക്ക് തമ്മില് വികാരങ്ങളും മോഹങ്ങളും തോന്നുന്ന സാധാരണ കാര്യമാണ്. അതിലെന്താ ഇത്ര തെറ്റുള്ളത്? അയാൾ അപമാനം സഹിക്കാനാവാതെ ചോദിച്ചു. സാറ് വിവാഹം കഴിച്ചത് സാറിന് ഇഷ്ടം, അതില് ഇവിടെ ആരും ഇടപെടുന്നില്ല. പക്ഷെ സാറിന് എനർജി കീപ്പപ്പ് ചെയ്യാൻ വല്ല ടാബ്ലറ്റ്സും കഴിച്ചായിരുന്നു? ചേതൻ അയാളോട് ചോദിച്ചു. അത് കേട്ട് മാത്യുവിന്റെ ഹൃദയമിടിപ്പുയർന്നു. എന്താ? അയാൾ ഒരു തരം ഞെട്ടലോടെ ചോദിച്ചു. മാത്യു ഡോൺ 6 ലെവലിലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വളരെ ശക്തനായിരുന്നു. എന്നാൽ അപ്പോഴും അയാൾ ഒരു വൃദ്ധനായതിനാൽ അയാളുടെ ശരീരം അയാളുടെ പ്രായത്തിനനുസരിച്ച് ശരിയായി പ്രവർത്തിച്ചിരുന്നില്ല. വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഒപ്പം ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ച് ചില മരുന്നുകളും കഴിച്ചു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ മരുന്ന് കഴിക്കാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചേതൻ ചോദിച്ചപ്പോ മറുപടിയായി മാത്യു തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. അയാൾ വിക്കി വിക്കി മറുപടി പറഞ്ഞു. സത്യത്തിൽ അയാൾക്ക് ഭാര്യ പറഞ്ഞ മരുന്ന് കഴിക്കാൻ മടി ഉണ്ടായിരുന്നു. എന്നാൽ അവൾ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അയാൾക്ക് നിരസിക്കാനും കഴിഞ്ഞില്ല. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അയാൾ അത് കഴിക്കുകയായിരുന്നു. ആ മരുന്ന് കഴിച്ചപ്പോ അയാൾ പെട്ടെന്ന് തന്നെ ശക്തനും ഊർജ്ജസ്വലനുമായി മാറിയിരുന്നു. ഇനി നമ്മുടെ പ്രശ്നത്തിലേക്ക് വരാം. സാറിന്റെ ടെക്നിക്ക് ശരിയാണെങ്കിലും സാർ എത്ര പെർഫെക്റ്റ് ആയിട്ട് ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയാലും
അത് ശരിയാവത്തതിന്റെ കാരണം എന്താണെന്ന് ഇനി സാർ തന്നെ പറ. ചേതൻ തന്റെ കൈകൾ പിന്നിൽ കെട്ടി തന്റെ അവതരണ ശൈലി ഒന്ന് മാറ്റിപ്പിടിച്ചു. എന്തുകൊണ്ടാണ് ചേതൻ ഇവിടെ ഇപ്പോ തന്റെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ചിട്ടത് എന്നുള്ളത് മാത്യുവിന് ഏതാണ്ട് ഇപ്പോ മനസ്സിലാവാൻ തുടങ്ങി. മാത്യു എന്താവും പറയാൻ പോകുന്നതെന്ന് ചുറ്റുമുള്ളവരെല്ലാം കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കെ അവൻ പതുക്കെ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഇങ്ങനെ സംഭവിച്ചപ്പോ കാരണമൊന്നും മനസ്സിലാകാതെ ഞാൻ കുഴഞ്ഞെങ്കിലും പിന്നീട് മരുന്ന് തയ്യാറാക്കുന്ന പാത്രത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി. പക്ഷേ ഇപ്പൊ നീ പറയുന്നത് കേട്ടപ്പോ എനിക്ക് നേരത്തെ വായിച്ച പുസ്തകത്തിൽ ഒരു വരി ഓർമ്മ വന്നു. ആ പുസ്തകത്തിന്റെ പേര് മെഡിസിൻ തയ്യാറാക്കുന്ന രീതികൾ എന്നാണ്. ഈ പുസ്തകം ബേസിക് ലൈബ്രറിയിലുണ്ട്. മരുന്നുണ്ടാക്കാൻ കഴിയാത്തതിന് 100 കണക്കിന് കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊരു വരി ഞാനിപ്പോ ഓർക്കുന്നു. അതായത് ഒരു വ്യക്തി എല്ലാ ദിവസവും അമിതമായി ജോലി ചെയ്യുകയും ക്ഷീണിക്കുകയും ചെയ്താൽ അവന്റെ ബോധം കുറയാൻ തുടങ്ങുന്നു. പിന്നെ വിദ്യയും ഉണ്ടാക്കുന്ന രീതിയും എല്ലാം ശരിയാണെങ്കിലും മരുന്നുണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പൾസ് ഗുളിക ഉണ്ടാക്കുമ്പോൾ എനിക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. അത് പറഞ്ഞു തീർന്നതും അയാളുടെ കണ്ണുകൾ വിടർന്നു. നീ ഇത് എങ്ങനെ ശരിയായി കണ്ടെത്തി? മാത്യു ഒടുവിൽ ജിജ്ഞാസ അടക്കാനാവാതെ ചോദിച്ചു. മാത്യുവിന്റെ ഉള്ളിലെ സംശയം ഇപ്പോ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോ ചേതനെ നോക്കാൻ തുടങ്ങി. അത് കണ്ട് ചേതൻ മുന്നിലേക്ക് നടന്നു ചെന്നിട്ട് പറഞ്ഞു, സാറിനെ കണ്ടപ്പോ സാർ അല്പം തളർന്നിരിക്കുന്നത് പോലെ തോന്നി. സാറിന്റെ ശ്രദ്ധ ഇവിടെയാണെങ്കിലും ശരീരം അല്പം തളർന്നു പോയിരുന്നു. പിന്നെ സാറിനെ കടന്നുപോയപ്പോഴാണ് ഒരു ഗന്ധം ഞാൻ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചത്. അതുമല്ല, സാറ് രാത്രിയും പകലും ബിസി ആയിരുന്നാൽ പോലും ഈ അവസ്ഥ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാനൊന്ന് കാര്യമായി ചിന്തിച്ചപ്പോ കിട്ടിയ ഉത്തരമാണിത്. ഇവിടുത്തെ മെയിൻ പ്രശ്നം സാറിന്റെ ഓറ നഷ്ടമായതാണ്. ചേതൻ കൈകൾ വിടർത്തി പറഞ്ഞു. മാത്യുവിന് ചേതന്റെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. ആദ്യം എന്റെ ശരീരത്തിനാണ് പ്രശ്നമെന്ന് പറഞ്ഞു. ഇപ്പോ എന്റെ ഓറ നഷ്ടമായി എന്ന് പറയുന്നു. എന്റെ ഓറയ്ക്ക് എന്താണ് പ്രശ്നം? മാത്യു ഞെട്ടലോടെ ചോദിച്ചു. സാറൊന്ന് ശാന്തമായിരിക്കും, ഞാൻ പറയാം. മനുഷ്യ ശരീരത്തിലെ കാതലാണ് ഓറ എന്ന് വേണമെങ്കിൽ പറയാം. അത് നഷ്ടപ്പെട്ട അതിന്റെ അനന്തരഫലങ്ങൾ വളരെ അപകടകരമായിരിക്കും. സാറൊരു ആൽക്കിമിസ്റ്റ് ആണ്. സാറിന് ഇതിനെക്കുറിച്ച് അറിവുണ്ടാക്കേണ്ടതാണ്. സാറു ഡോൺ 6 ഫൈറ്റർ ആണ്. അതിനാൽ സാർ ദിവസം മുഴുവൻ ജോലി ചെയ്താലും അതൊന്നും വലിയ കാര്യമായി തോന്നില്ല. പിറ്റേന്നൊരു പകുതി ദിവസം വിശ്രമിക്കേണ്ട കാര്യമേ ഉള്ളൂ. സാർ ആ മരുന്ന് കഴിക്കാൻ പാടില്ലായിരുന്നു. പറയുമ്പോ അത് എനർജി തരുന്ന മരുന്നാണെങ്കിലും അതൊരു വിഷം പോലെയാണ് ശരീരത്തിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുക. അത് സാറിന്റെ ഓറയെ ബാധിച്ചു. അത് ശക്തിയും സഹിഷ്ണുതയും നൽകുന്നുവെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ അതിന്റെ വിഷം ശരീരത്തെ ക്രമേണ തളർത്തും. അങ്ങനെ പോകെ പോകെ അത് മരണത്തിൽ കൊണ്ടെത്തിക്കും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വാർദ്ധക്യം മൂലമുള്ള സ്വാഭാവിക മരണമായി അതിനെ തോന്നിക്കുമെങ്കിലും മരണത്തിന് കാരണം ആ വിഷമായിരിക്കും. സാറാ മരുന്ന് തുടർന്ന് കഴിച്ച സാറിന്റെ ശരീരം തളർന്ന് 1 വർഷം കൊണ്ട് സാറ് മരിക്കും. ഇനിയും അത് തുടർന്ന് കഴിച്ച മുകളിലുള്ള ആ ദൈവത്തിന് പോലും സാറിനെ രക്ഷിക്കാൻ കഴിയില്ല. ചേതൻ കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു. അധ്യായം 93. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ചേതൻ പറയുന്നത് കേട്ട് മാത്യു ആകെ ഞെട്ടി. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മാത്യു ഒന്ന് സംശയത്തോട് പറഞ്ഞു. അയാളുടെ സംശയം മനസ്സിലാക്കിയ ചേതൻ പറഞ്ഞു, പൾസ് ഗുളിക ഒരു യോദ്ധാവിന്റെ നാഡീമിടിപ്പ് വർദ്ധിപ്പിക്കാനുള്ളതാണ്. അതൊരുവിന്റെ ശരീരത്തിൽ ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കും. പക്ഷേ സാറിന്റെ ഓറ നഷ്ടമായതുകൊണ്ട് സാറിന് മനസ്സിനെ ശാന്തമാക്കി ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ മരുന്നുണ്ടാക്കുന്നതിനെ ബാധിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ടാബ്ലറ്റ്സ് നിർമ്മിക്കാൻ സാധിക്കാത്തത് അത്ര അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ചേതൻ സംസാരം ഒരു നിമിഷം നിർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, സാറിനെ പോലെ ഒരു വലിയ ആൽക്കമിസ്റ്റിനെ പോലും ആ മരുന്ന് കൊണ്ട് പറ്റിക്കാൻ കഴിഞ്ഞെങ്കിൽ അതുണ്ടാക്കിയവൻ വളരെ മിടുക്കനായിരിക്കണം. അതിന് നല്ല വിലയും കാണും. പിന്നെ ഞാൻ പറയുന്നുണ്ടോന്നും തോന്നരുത്. ഈ കാര്യങ്ങളൊക്കെ സാറിന്റെ ഭാര്യയ്ക്കും അറിയാമായിരിക്കും. അല്ലാതെ ഒന്നും നടക്കാൻ വഴിയില്ല. മാത്യു അവൻ പറഞ്ഞത് മുഴുവൻ കേട്ട് നടുങ്ങിപ്പോയി. അയാൾ പരിഭ്രാന്തനായി 2 അടി പിന്നോട്ട് വെച്ചു. ഇത് എങ്ങനെ? മാത്യു മെല്ലെ പറഞ്ഞു. ചേതൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അയാൾക്ക് തോന്നി. കാരണം അവൻ പറഞ്ഞ കാരണങ്ങളെല്ലാം ന്യായമുള്ളവയായിരുന്നു. ഭാര്യ കൊടുത്ത മരുന്ന് കഴിച്ചപ്പോൾ ബലം പല മടങ്ങ് വർദ്ധിച്ചു എന്നത് സത്യമാണ്. എന്നാൽ എല്ലാ വൈകുന്നേരവും അയാളുടെ പുറം വേദനിക്കാറുണ്ടായിരുന്നു. എങ്കിലും മരുന്നിന്റെ ശക്തി കൊണ്ട് രാവും പകലും ക്ഷീണം തോന്നിയിരുന്നില്ല. ആ ഗുളിക കൊണ്ട് പതിയെ താൻ ശക്തി പ്രാപിക്കുമെന്ന ചിന്തയായിരുന്നു അയാളിൽ ഇന്ന് വരെ. പക്ഷേ ആ മരുന്ന് ഒരു വിഷമായിരുന്നു എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം ആലോചിച്ച് നിന്ന മാത്യുവിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. വഞ്ചകി! അവൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അവളുടെ ഇഷ്ടത്തിന് തുള്ളിയതാണ് എന്റെ തെറ്റ്. എന്നെ കൊല്ലാൻ ശ്രമിച്ച അവളെ ഞാൻ വെറുതെ വിടില്ല.
മാത്യു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ സർ, ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം. പിന്നെ നിങ്ങളിപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ അന്വേഷിച്ചു നോക്കണം. ചേതൻ പറഞ്ഞു. നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞതിന് നന്ദി. ഈ സംഭവത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നു. മാത്യു ചേതന്റെ വാക്കുകളിൽ ഒരു പോരായ്മയും കണ്ടില്ല. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അയാൾ തോൽവി ഏറ്റുവാങ്ങി. കൂടാതെ അയാളുടെ ശരീരം തളർന്നു പോകുന്നു എന്നതും സത്യമാണ്. മരുന്നിന്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ് അയാൾക്ക് കൂടുതൽ ശക്തി തോന്നിയത്. പ്രായാധിക്യം മൂലം മാത്യു തളർന്നു പോവുകയാണെന്നാണ് ആദ്യം അയാൾ കരുതിയത്. ആ മരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് തന്റെ ശരീരം ശക്തി പ്രാപിക്കുന്നതെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ ചേതൻ പറഞ്ഞത് കേട്ടപ്പോൾ ഈ ഗുളികയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. എന്നാലും ഇതിന്റെ എല്ലാം പിന്നിൽ തന്റെ ഭാര്യയാണെന്ന് ഇവൻ എങ്ങനെ തിരിച്ചറിഞ്ഞെന്ന് അയാൾ സംശയത്തോടെ ചിന്തിച്ചു. അത് കണ്ട് ചേതൻ ഒന്ന് ചിരിച്ചു. മാത്യുവിന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് വഷളാക്കാൻ ചേതന് താല്പര്യമില്ല. അതുകൊണ്ട് ഇത് മാത്യുവിന്റെ മാത്രം പ്രശ്നമാണ്, തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ലാത്തതുപോലെ ചേതൻ അത് വിട്ടുകളഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള 3 ആൽക്കിമിസ്റ്റുകളെ നോക്കി. ഇനി നിങ്ങൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ. നിങ്ങൾ 3 പേരും എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം തരാൻ തയ്യാറാണ്, ചേതൻ പറഞ്ഞു. 10ൽ 7 ആൽക്കിമിസ്റ്റുകളെയും ഇതിനകം അവൻ തോൽപ്പിച്ചിരുന്നു. ഇവർ 3 ഉടൻ പരാജയം സമ്മതിച്ചാൽ ചേതൻ ഈ സംവാദത്തിൽ വിജയിക്കും. അവനൊരു യഥാർത്ഥ ആൽക്കിമിസ്റ്റായി മാറും. ഒരു ആൽക്കിമിസ്റ്റ് മുന്നോട്ട് വന്ന് പറഞ്ഞു. ചേതൻ, നിങ്ങളുടെ കഴിവുകൾ എന്നിൽ മതിപ്പുളവാക്കി. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂട്ടത്തിൽ ചെറുപ്പമെന്ന് തോന്നിക്കുന്ന ആൽക്കിമിസ്റ്റ് പറഞ്ഞു. സാർ, അല്പം ക്ഷമയോടെ ഇരിക്കെ. ഇങ്ങനെ തിരക്കൂട്ടല്ലേ. എനിക്ക് സാറിനേക്കാൾ പ്രായമുണ്ട്. അതുകൊണ്ട് ചോദ്യം ചോദിക്കാൻ ആദ്യം എനിക്ക് അവസരം നൽകണം. എനിക്കും ചേതനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. മറ്റൊരു ആൽക്കിമിസ്റ്റ് മുന്നോട്ട് വന്ന് പറഞ്ഞു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കണ്ട ചേതൻ എന്തോ പറയാൻ ഒരുങ്ങിയതും അതിനു മുമ്പ് മറ്റൊരു പുതിയ ശബ്ദം കേട്ടു. നിങ്ങൾ 2 പേരും വഴക്ക് നിർത്തൂ. ഞാനാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ 2 പേർക്ക് മുമ്പ് ഞാനാണ് ആൽക്കിമിസ്റ്റ് ആയത്. നിങ്ങളെക്കാൾ കൂടുതൽ അവകാശങ്ങൾ എനിക്കുണ്ട്. അവസാനം അവശേഷിക്കുന്ന ആൽക്കിമിസ്റ്റ് പറഞ്ഞു. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ജിജേഷ് ആകെ ആശയക്കുഴപ്പത്തിലായി. ആശയക്കുഴപ്പത്തിന് കാരണം മറ്റൊന്നുമല്ല, ഒരു 5 മിനിറ്റ് മുമ്പ് വരെ ഈ ആൽക്കിമിസ്റ്റുകൾ ഭയന്ന് പുറകിലേക്ക് പിന്മാറിയവരാണ്. ഇനി ആര് വരുമെന്ന് ചേതൻ എത്ര പ്രാവശ്യം ചോദിച്ചെങ്കിലും അവരുടെ വായിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. ഇപ്പോൾ ആവട്ടെ ചേതനോട് ചോദ്യം ചോദിക്കാൻ അവരെല്ലാം തമ്മിൽ മത്സരിക്കുന്നു. അവരുടെ മാറിയ മാനസികാവസ്ഥ കണ്ട് ചേതൻ പോലും അത്ഭുതപ്പെട്ടു. ഇവർക്ക് ഇതെന്തു പറ്റി? എന്തിനാ ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ മത്സരിക്കുന്നത്? ചേതൻ ചിന്തിച്ചു. ചേതൻ മാത്രമല്ല, ജിജേഷും ശ്രുതിയുമെല്ലാം ഇവരുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞു തരുമോ? കുറച്ചു മുമ്പ് വരെ ഭയന്ന് നിന്നവരാണ് ഇപ്പോൾ ഇങ്ങനെ അടിപിടി കൂടുന്നത്. ജിജേഷ് ചിന്തിച്ചു. എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ജിനേഷ് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ? എന്നോടും കൂടെ പറ. നെറ്റി ചുളിച്ചുകൊണ്ട് ജിജേഷ് പറഞ്ഞു. ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഇത്രയും നേരമായിട്ടും നിനക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ജിനേഷ് മെല്ലെ ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു. കുറച്ചു നേരം മുമ്പ് മരുന്നുണ്ടാക്കുന്ന മുറകൾ മാത്രം കണ്ട് ചേതൻ ഓരോരുത്തരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. അത് കണ്ട് ഓരോരുത്തർക്കും ആളുകൾക്ക് മുമ്പിൽ തുണിയൊരുക്കപ്പെട്ടത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ആരും ഭയന്നിട്ട് മുന്നോട്ട് വരാതിരുന്നതും. എന്നാൽ മാത്യു സാറിന്റെ വിഷയം വന്നപ്പോ ചേതൻ തെറ്റു മാത്രമല്ല, അയാളുടെ ജീവനെതിരെയുള്ള ഒരു ഭീഷണി കൂടിയാണ് കണ്ടെത്തി കൊടുത്തത്. അത് കണ്ടെത്തി പിന്നെ തങ്ങളെക്കുറിച്ച് എന്താവും ചേതൻ പറയുക എന്നറിയാനുള്ള ആകാംക്ഷയായി അവരിൽ. ജിനേഷ് പറഞ്ഞു. യെസ്, അത് തന്നെയാവും ഈ അടിപിടിയുടെ ലക്ഷ്യം. ജിജേഷിനെ ഇപ്പോൾ ബാക്കിയുള്ള ആൽക്കിമിസ്റ്റുകളുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലായി. പൊതുവെ ഒരാൾക്ക് സ്വയം മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ. മനുഷ്യന് സ്വന്തം കുറ്റങ്ങളും കുറവുകളും എളുപ്പത്തിൽ കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ചേതന അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ തെറ്റുകൾ മനസ്സിലാക്കിയാൽ അവർക്കത് തിരുത്താനും കഴിയും. മാത്രമല്ല, അത് അവരുടെ മരുന്ന് നിർമ്മാണത്തിൽ വലിയ പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യും. ജിനേഷ് ഇതെല്ലാം ചിന്തിച്ചിരിക്കെ അയാളുടെ മുഖം വാടുന്നത് ജിജേഷ് ശ്രദ്ധിച്ചു. എന്താ ജിനേഷ്, എന്തിനാ വിഷമിക്കുന്നേ? നിന്റെ മുഖം മാറിയല്ലോ, എന്താ കുഴപ്പം? അതൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തോൽവി സമ്മതിക്കരുതായിരുന്നു എന്നൊരു തോന്നൽ. പെട്ടെന്ന് തോൽവി സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കും എന്റെ ഉള്ളിൽ കുറെ നാളായുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമായിരുന്നു, ജിനേഷ് വിഷമത്തോടെ പറഞ്ഞു. അത് കണ്ട് ജിജേഷിനുള്ളിൽ ചിരി വന്നു. നീ എന്തിനാണ് വിഷമിക്കുന്നത് ജിനേഷ്? നിനക്ക് കിട്ടിയ അവസരം മുതലെടുക്കാതിരുന്നത് നിന്റെ തെറ്റാണ്. പക്ഷേ നമ്മളെത്ര സ്മാർട്ടായിട്ടാണ് ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോ.
ആ 3 പേരിൽ ഒരാളായ സതീഷ് ഉത്സാഹത്തോടെ പറഞ്ഞു, താങ്കൾ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു വിവേചനവും പാടില്ല. എനിക്കിപ്പോഴും ഒരു ചോദ്യം പോലും ചോദിക്കാൻ അവസരം ലഭിച്ചില്ല. നീ പറ ചേതാ, നീ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം തരുമോ? ഇപ്പോഴല്ല, ഈ സംവാദം കഴിഞ്ഞിട്ട്. ജിനേഷ് പ്രതീക്ഷയോടെ ചേതനെ നോക്കി. എന്നാൽ ജിനേഷ് ഇപ്പോൾ പറഞ്ഞതിന് പിന്നിലെ ലോജിക് എന്താണെന്ന് ശ്രുതിക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചേതന് മനസ്സിലായി. ചേതന്റെ സഹായം കൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണിത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. കൊള്ളാം, ഇത് ചേതന്റെ ചേതമില്ലാത്തൊരു ഉപകാരമായിരിക്കട്ടെ. അവനുള്ളിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സതീഷിന് നേരെ ചൂണ്ടി. താങ്കൾ ചോദിക്കേ. ഞാനാണ് അടുത്തത്. താങ്ക് യു. സെലക്ട് ആയതിന്റെ സന്തോഷത്തിൽ സതീഷ് മുന്നിലേക്ക് വന്ന് പറഞ്ഞു, എനിക്കൊരു ചോദ്യം മാത്രം ചോദിക്കാനുള്ളൂ. എനിക്ക് രാത്രി നന്നായി ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ 7-8 തവണ ഉണരും. പലപ്പോഴും പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട്. എനിക്ക് എന്താണ് കുഴപ്പമെന്ന് എന്നോട് പറയാവോ? ഇതിന് എന്റെ ഭാര്യയുടെ പണി വല്ലതുമാണോ? അയാൾ ചോദിച്ചതും അത് കേട്ട് ചേതൻ പുരികമുയർത്തി അയാളെ നോക്കി. ജിജേഷും ബാക്കിയുള്ളവരും അയാളുടെ ചോദ്യം കേട്ട് ഇയാൾ എന്തൊക്കെയാ ചോദിക്കുന്നേ എന്ന ഭാവത്തിൽ അയാളെ നോക്കി. സതീഷ്, നിങ്ങളിവിടെ സംവാദത്തിനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല. അതിനാണെങ്കിൽ വല്ല വൈദ്യന്റെ അടുത്ത് പോകണം. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സ്ഥാനത്തിന് യോജിച്ച ചോദ്യങ്ങൾ ചോദിക്കൂ, ജിജേഷ് പറഞ്ഞു. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതാണ് എന്റെ ചോദ്യം, ഇതാണ് എനിക്ക് അറിയാനുള്ളത്. സതീഷ് താൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. സാരമില്ല ജിജേഷ് സാർ, ഇദ്ദേഹത്തിന് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ എങ്കിൽ ശരി, ഞാൻ ഒരു കൈ നോക്കാം. സതീഷ് സാർ ഒരു കാര്യം ചെയ്യും, എന്നെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കി കാണിക്കേ. ഒന്ന് തല ചൊറിഞ്ഞുകൊണ്ട് ചേതൻ പറഞ്ഞു. ഇതിപ്പോൾ ചേതന് ഒരു തലവേദനയായി മാറിയെങ്കിലും ഉത്തരം പറയുകയല്ലാതെ അവന്റെ മുമ്പിൽ വേറെ മാർഗമില്ല. അതുകൊണ്ട് അവൻ അയാളോട് തുടങ്ങാനായി ആംഗ്യം കാണിച്ചു. ശരി. സതീഷ് തലയാട്ടി ചാടി എഴുന്നേറ്റ് വേഗത്തിൽ മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. ആൽക്കെമിസ്റ്റ് സതീഷിന് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്ന ജോലി കൊടുത്തിട്ട് ചേതൻ മറ്റു 2 പേരെയും നോക്കി. പറയൂ, എന്താണ് നിങ്ങളുടെ ചോദ്യം? അവൻ ചോദിച്ചു. അത് കേട്ട് മറ്റൊരു ആൽക്കെമിസ്റ്റ് വളരെ വിനയത്തോടെ പറഞ്ഞു, എന്റെ ചോദ്യം ശരിക്കും വളരെ ലളിതമാണ്. ഞാൻ മുമ്പ് വന്നവനെ പോലെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. എനിക്ക് എന്നെ കുറിച്ച് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ ചോദ്യം വ്യത്യസ്തമാണ്. അയാളൊന്ന് പറഞ്ഞു നിർത്തി. എന്നിട്ട് ചേതനെ നോക്കി വീണ്ടും തുടർന്നു. എന്റെ മകളുടെ വിവാഹമാണ് 2 ദിവസത്തിനകം. അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കന്റെ പേര് ആദിത്യൻ എന്നാണ്. അവൻ വേറെ നാട്ടിലാണുള്ളത്. ഞാൻ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലവത്തായില്ല. അവൻ നല്ല ചെറുക്കനാണോ അതോ ഈ വിവാഹം വേണ്ടാന്ന് വെക്കണോ? അയാൾ ചേതനെ നോക്കി അല്പം മടിയോടെ പറഞ്ഞു. ഞാനിപ്പോ പോയി മരുന്ന് തയ്യാറാക്കട്ടെ, അത് വെച്ച് നിനക്കിത് കണ്ടുപിടിക്കാവോ എന്ന് ചോദിച്ച് അയാൾ മുന്നോട്ട് വന്നു. അയ്യോ ദൈവമേ, ഇതൊരുമാതിരി കൂപ്പിലെ ചോദ്യമായി പോയല്ലോ. അയാളുടെ ബിൽഡപ്പ് കേട്ടപ്പോഴേ സംശയിക്കണമായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞു. സാറ് മരുന്നുണ്ടാക്കാൻ പോവല്ലേ? സാറിന്റെ പ്രശ്നം എന്താണെന്നറിയാൻ സാറിന് മരുന്നുണ്ടാക്കാം. പക്ഷേ സാറിന്റെ വരും കാല മരുമകനെ കുറിച്ച് അറിയാൻ സാറ് മരുന്നുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഞാൻ ഇവിടെ വന്നത് അസിസ്റ്റന്റ് ആയിട്ടാണ്, അല്ലാതെ ജോത്സ്യനായിട്ടല്ല. പിന്നെ ഞാൻ എങ്ങനെയാ സാറിന് മരുമകന്റെ ഭൂതവും ഭാവിയും ഒക്കെ പറയുന്നത്? ചേതൻ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. നിങ്ങൾ എന്താ ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കുന്നത്? നിന്റെ മകളുടെ കല്യാണവും ഇവിടെ മരുന്നുണ്ടാക്കുന്നതും തമ്മിൽ എന്താ ബന്ധം? ചേതനോട് നിങ്ങൾ ഇതെന്താ ചോദിച്ചത്? എന്താ ചോദിക്കുന്നത്? ഇതൊരു കോമഡി ഷോ അല്ല. അവശേഷിച്ച ആൽക്കെമിസ്റ്റ് അവനെ ശകാരിച്ചു. അത് കേട്ട് മുകേഷ് ഒന്ന് വിയർത്തു. പക്ഷേ ചോദ്യത്തിൽ നിന്ന് പിന്മാറാൻ അയാൾ ആഗ്രഹിച്ചില്ല. നീ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്ക്. ചോദ്യം ചോദിക്കാൻ നിനക്ക് ഒരു അവസരമേ ലഭിക്കൂ. അതുകൊണ്ട് ആൽക്കമിയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ആലോചിച്ച് ചോദിക്കേ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനത്തെ ആൽക്കെമിസ്റ്റ് മുന്നോട്ട് വന്ന് ചേതന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേതാ മോനെ, നീ ഇപ്പോഴും ചെറുപ്പമാണ്, കാണാൻ അതിസുന്ദരനും. നീ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്. നീ അവളെ വിവാഹം കഴിക്കണം. നിനക്ക് എന്റെ മകളെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് 2 സഹോദരിമാർ കൂടിയുണ്ട്. അവർക്കും വിവാഹപ്രായം കഴിഞ്ഞതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ എന്നോട് പറയൂ. എന്റെ 2 സഹോദരിമാരിൽ ഒരാളെ നീ വിവാഹം കഴിക്കണം. ചേതന്റെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കല്യാണമോ? എനിക്കോ? ഇയാൾ ഈ കല്യാണ വീടുകളിൽ കാണുന്ന അമ്മമാരുടെ ചോദ്യം ചോദിക്കാനാണോ ഇത്ര ബിൽഡപ്പെട്ടത്? ഇപ്പോൾ ചേതൻ അക്ഷരാർത്ഥത്തിൽ ഒന്നും മിണ്ടാതെയായി. എന്ത് പറയണമെന്നോ എങ്ങനെ ഇതിനെ നേരിടണമെന്നോ അവന് മനസ്സിലായില്ല.